ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ നാളായിട്ട് നമ്മൾ വീഡിയോസൊന്നും ഇടാറില്ല, നമ്മൾ ജോലി തിരക്കും കാര്യങ്ങളൊക്കെയാണ് ഇട്ടാൽ. അപ്പോൾ നമ്മളിന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഇൻഡോറിൽ നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ കീപ്പ് ചെയ്തിട്ടുള്ള നമ്മളെ ഫിഷുകളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. നമ്മൾ എന്താ പറയുക, ഒരു ചെറുതായിട്ട് തുടങ്ങിയത് ഇപ്പോൾ നമ്മളെ ഇതിൽ അത്യാവശ്യം ഫിഷുകളായി കേട്ടോ. അപ്പോൾ ഈ കാണുന്നത് ഒരു 2 അടി നീളം 1 അടി വീതിയിലുള്ള 2 ടാങ്കാണ് കേട്ടോ. അപ്പോൾ അതിന് വെച്ചിട്ടുള്ള നമ്മളൊരു ഇരുമ്പിൻ്റെ 2 സ്റ്റാൻഡ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആദ്യം കിടക്കുന്നത് നമ്മുടെ ഒരു ബിഗ് സൈസ് ഓസ്കാറാണ്. ഇതിൽ ഇടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ജയന്റ് ഗൗരാമിൻ്റെ ടാങ്കിൽ നമ്മൾ ഇട്ടപ്പോൾ എന്ത് ചെയ്ത് ഇവർ ഫൈറ്റ് ചെയ്ത്, അപ്പോൾ അങ്ങനെ ചിറകൊക്കെ നല്ല രീതിയിൽ ഡാമേജ് ആയിട്ടുണ്ട്. അപ്പോൾ അവർ മാറ്റിയിട്ടുള്ളത്. പിന്നെ ഈ ടാങ്ക് ശരിക്കും നമ്മൾ ഇതിൽ കാണുന്ന മൈക്രോ ബെല്ലസിൻ്റെ ടാങ്കാണ്, കണ്ടില്ലേ. അപ്പോൾ ഒരു 2 പീസ് അവിടെ കിടക്കുന്നുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ കിടക്കുന്നത് നമ്മുടെ ബ്ലൂ അക്കാരയാണ്. ഈ കാണുന്നത് ബ്ലൂ അക്കാര, ആ ഒരു പെയറാണ്. അപ്പോൾ അവർ എഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ വന്ന് നോക്കുമ്പോൾ ഫുഡ് എന്തെങ്കിലും ഇട്ട് കൊടുക്കാനെന്ന് കരുതിയിട്ട് വന്ന് നിന്നുള്ളതാണ്. ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്, കണ്ടില്ലേ. പിന്നെ ഇതാണ് നമ്മളിവിടുത്തെ മെയിൻ ടാങ്ക്. ഈ ടാങ്ക് സുഡുമോൻ്റെ ഫേവറേറ്റ് ടാങ്കാണ്. ഇവൻ്റെ ഫേവറേറ്റ് ടാങ്കാണ് ഈ കുഞ്ഞിക്കുട്ടീൻ്റെ. ഇതിൽ ആൽബിനോ ഹക്കയിലാണ് നമ്മൾ കീപ്പ് ചെയ്തിട്ടുള്ളത് കേട്ടോ, കണ്ടില്ലേ. ഇത് നമ്മുടെ എന്താ പറയുക, ഹാളിൽ കീപ്പ് ചെയ്തിട്ടുള്ള സെറ്റപ്പാണ് കേട്ടോ. പിന്നെ നമ്മൾ കീപ്പ് ചെയ്തിട്ടുള്ളത് അങ്ങനെ നേരെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബാൽക്കണിയിൽ സെറ്റപ്പ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ, കണ്ട. ഇതിൽ കീപ്പ് ചെയ്തിട്ടുള്ള ഏതാണെന്ന് വെച്ചാൽ ഇതാ അതേപോലെ തന്നെ ഒരു ആൽബിനോ ടൈഗർ ഓസ്കാറിന് കീപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ പുതുതായി വാങ്ങിച്ചിട്ടുള്ളത് ഒരു കുഞ്ഞ് ബ്ലാക്ക് ടൈഗറിനെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഈ ആൽഗൊക്കെ പിടിച്ച് മാറ്റാൻ വേണ്ടി പ്ലെക്കോനെ കീപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളെ അടുത്ത ആൾ ഇതവിടെ വന്നിട്ടുണ്ട്. ഇവിടെ കുഞ്ഞുകുട്ടി ഇതവിടെ വന്നിട്ടുണ്ട്, കണ്ട. ഇത് കുഞ്ഞുകുട്ടിയാണ്. ഈ കുഞ്ഞുകുട്ടിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലാക്ക് ടൈഗറിന് ഇപ്പോൾ പുതിയതായിട്ട് വാങ്ങിച്ചത്. മീമിയോടെ വന്നാ മീമി വാങ്ങിച്ചത്, കണ്ടില്ലേ. അപ്പോൾ അവൻ്റെ എക്കോറിയാണ് ഈ കാണുന്നത്. ഇത് ഒരു എക്കോറിയത്തിൻ്റെ സൈസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു 2 അടി വീതി, അതേപോലെ തന്നെ 1.5 അടി ഹൈറ്റ്, 4 അടി നീളത്തിലാണ് ഈ എക്കോറിയം കീപ്പ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവനാണ് ഇത് ഈ ഫിഷുകൾക്കൊക്കെ ഫീഡ് ചെയ്യുന്ന ആൾ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ കാണുന്ന ടാങ്ക് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പോളാർ പാരറ്റിനെയും അതേപോലെ തന്നെ നമ്മുടെ ഗ്രീൻ ടെററിനൊക്കെ കീപ്പ് ചെയ്തിട്ടുള്ളൊരു ടാങ്കാണ് ഈ കാണുന്നത്, ആണല്ലേ. ഈ ഒരു സെറ്റപ്പിലാണ് അവർ കീപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവർ കുഞ്ഞുങ്ങൾ അത്യാവശ്യം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളാർക്കും കൊടുക്കാനോ നിന്നിട്ടൊന്നുമില്ല, ഷോപ്പുകളിലൊന്നും കൊടുത്തിട്ടൊന്നുമില്ല. നമ്മളിവിടെ വിരിഞ്ഞതല്ല. അപ്പോൾ നമ്മളിവിടെ തന്നെ അവർ വലുതാക്കിയിടുക, അതായത് നമുക്ക് കൊടുക്കാൻ തോന്നുന്നില്ല. അത്രയും നമ്മൾ ഇഷ്ടപ്പെട്ട് വാങ്ങിയ ഫിഷുകളല്ലേ. അപ്പോൾ നമ്മളിവിടെ വിരിഞ്ഞ് നോക്കുമ്പോൾ അതിൻ്റെ സന്തോഷം നമുക്കത് കിടത്താൻ വേണ്ടി തോന്നില്ല. അപ്പോൾ ഇതിൽ അവർക്കായിട്ടൊരു ടാങ്ക് നാച്ചുറൽ സെറ്റപ്പിൽ ഒരുക്കി കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. അത്യാവശ്യം നല്ല രീതിയിലുള്ള കല്ലും കാര്യങ്ങളൊക്കെ വെച്ച് കുഴപ്പമില്ലാത്ത രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മുടെ ഒരു ഇത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ അറിയിക്കുക. പിന്നെ ഈ കാണുന്ന പാരറ്റ് ഫിഷിൻ്റെ പാരൻസാണ് ഈ കിടക്കുന്നത്. ഇതിൽ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഇതാണ് നമ്മൾ ബ്രൂഡ് സ്റ്റോക്ക്, ഇതിലുണ്ടാവും. സേമനൊന്ന് ഇച്ചിരി ഫുഡ് ഇട്ട് കൊടുത്തൊക്കെ അപ്പോൾ വരും. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഇതിൽ നമ്മളിപ്പോൾ പുതുതായിട്ട് കൊടുത്തിട്ട് നമ്മുടെ പോളാർ വൈറ്റ് ആണല്ലോ കേട്ടോ. ആ ചിക്ക് തുറന്നുതരാം, തുറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവർക്ക് നമുക്ക് കൊടുക്കുന്നത് ഇതാ ഈ പ്രോറിച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഫുഡാണ് കൊടുക്കാറുള്ളത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നമുക്ക് ഇവരെ കിട്ടാറുണ്ട് കേട്ടോ. നല്ല രീതിയിൽ കഴിക്കുകയും ചെയ്യുന്നുണ്ട്, വേസ്റ്റായിട്ടൊന്നും കിടക്കാറൊന്നുമില്ല, കണ്ടില്ല. അപ്പോൾ നമുക്ക് ഇതൊന്നാക്കി കൊടുക്കാം. നമ്മൾ ആദ്യം ഇതിന് കൊടുത്തോക്ക് നമ്മളെ പാരറ്റ് ഫിഷിൻ്റെ കുഞ്ഞുങ്ങൾക്ക് അച്ചിക്ക് എടുത്തരാം. ചിരി എടുത്താൽ മതി കേട്ടോ, അച്ചിക്ക് എടുത്തരാം, ഇട്ടുതരാം. ഇതാ അപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അവർക്ക് ഫീഡ് ചെയ്യാം കേട്ടോ. നല്ല രീതിയിൽ ഇതിന് വന്നിട്ട് അവരെന്ത് ചെയ്യും, ഫീഡൊക്കെ എടുക്കുന്നുണ്ട്, കണ്ടോക്കെ. അപ്പോൾ ഇത്രയും ഒരു സെറ്റപ്പിലാണ് നമ്മൾ ഇൻഡോറായിട്ട് കീപ്പ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഔട്ട്ഡോറിലാണ് നമ്മൾ എന്തെങ്കിലും മോൺസ്റ്റർ ഫിഷിനും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്തിട്ടുള്ളത് കേട്ടോ, കണ്ടില്ലേ. അത് ഓസ്കാർ ഫിഷിന് തീറ്റ കൊടുക്കാനുള്ളതാണ് കേട്ടോ. ഓസ്കാറിൻ്റെ ഫുഡ് ആൻഡ് ഹൊറിസോണിൻ്റെ റോയലിൻ്റെ ഹൊറിസോണിനായിട്ടുള്ള ഫുഡാണ് നമ്മൾ കൊടുക്കാറ്. അത് ഓസ്കാറിൻ്റെ അല്ലേ. അപ്പോൾ ഫുഡ് ഫീഡ് ചെയ്തോ, ഇതിലുണ്ടല്ലോ. പിന്നെ ഇതിലേക്ക് വീണിട്ടുണ്ടാവും, ആണ്ടോ. അത് ഓസ്കാറിന് ഫീഡ് ചെയ്ത് മതി, കൂടുതലിടണ്ട.
ഇനി കഴിച്ച് കഴിഞ്ഞാൽ ഇട്ടാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഇൻഡോറിൽ ഇത്രയേ ഉള്ളൂ കേട്ടോ. കാണിച്ചുതരാം, ഒന്നുകൂടി നല്ല രീതിയിൽ കാണിച്ചുതരാം. ഈ ഒരു സെറ്റപ്പിലാണ് നമ്മൾ കീപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ ഇതേപോലെ തന്നെ വ്ളോഗുകളായിട്ടാണ് നമ്മൾ ഇനി വീഡിയോസ് ചെയ്യാൻ വേണ്ടി പോകണം. നമ്മൾ ഫിഷ് കീപ്പിങ്ങിൻ്റെ ആയിട്ട് അതിന് മുകളിൽ ടെറസിന് മുകളിലായിട്ട് നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ കാണുന്നവരെല്ലാവരും എന്ത് ചെയ്യുക, നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. എന്നാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതുപോലുള്ള നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് നിങ്ങൾ മുന്നിൽ വരാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന ഹിക്കയിൽ ഇട്ടാം. അത് നമ്മളെടുത്തൊരു ചെറിയൊരു സൈസിലാണ് ഇവർ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു സൈസിലേക്ക് ഇവർ എത്തിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇവർ ഫുഡിനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് കേട്ടോ. അതെ, സുഡപ്പന് ഇഷ്ടപ്പെട്ട മീൻ ഏതാ? പ്ലക്കോ. കാണിച്ചു. എൻ്റെ സുഡുമോനിക്ക് ഇഷ്ടപ്പെട്ട മീൻ ഏതാണെന്നറിയോ? ഈ പ്ലക്കോനാണ് കേട്ടോ. ഈ പ്ലക്കോനാണ് എൻ്റെ സുഡുമോനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാമെന്നറിയും. ബൈ.